ഹലോ, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചക്ക വെച്ചിട്ട് ഉണ്ണിയപ്പാട്ടം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിക്ക് ഞാൻ പച്ചരി എന്താ പറയുക കുതിർത്താൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് കുതിർത്തി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരച്ചെടുക്കണം. അപ്പം ഞാൻ ചക്ക ഇത് അനിയത്തിയുടെ ഭർത്താവ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ചക്കയിൽ നിന്ന് കുറച്ച് വരട്ടി കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രീസറിൽ വെച്ചാൽ അത് കട്ടയിൽ കിടക്കുന്നു. അപ്പോൾ ഒന്ന് അരിഞ്ഞൊന്ന് ഇതായി വരുന്നു. തണുപ്പ് പോയിട്ട് നമുക്കത് മിക്സിയിട്ട് അരയ്ക്കാം. പിന്നെ എന്താ പറയുക, ശർക്കര ഞാൻ ഉരുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇത് പൊടി ശർക്കര കേട്ടോ, അത് അപ്പോൾ കട്ടയായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് വേഗം അരിഞ്ഞ് കിട്ടാൻ പാടില്ല, എളുപ്പമാട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുക അധികം പൊടി ശർക്കരയുടെ വാങ്ങാൻ എന്താ പറയുക അടയൊക്കെ ഉണ്ടാക്കാനൊക്കെ എളുപ്പം ഇങ്ങനത്തെ ആകുമ്പോൾ സുഖമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ പൊടി ശർക്കര കുറച്ച് വാങ്ങിക്കും. പിന്നെ കട്ടയും വാങ്ങിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പൊടി കുറച്ച് വാങ്ങിക്കും. പിന്നെ അട ഉണ്ടാക്കാനും അതുപോലെ എന്താ പറയുക ചായ ഒക്കെ ഉണ്ടാക്കാൻ ചായ ഇടാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ വാങ്ങിക്കും. അപ്പോൾ ശർക്കര ഇന്ന് ഞാൻ ചക്ക വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകട്ടെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കിയെടുക്കാം. നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് അരി അരയ്ക്കാം. ശർക്കര ഉരുക്കിയെടുക്കട്ടെ. അപ്പോൾ ചക്ക അരിയും ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അരി അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ചെറുതായിട്ട് അരച്ചെടുത്തിട്ട് കേട്ടോ. നമുക്ക് ശർക്കര പാനി ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം. കുറച്ച് തരിയോടൊക്കെ നമുക്കിത് അരച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഒരു മയം കിട്ടുള്ളൂ കേട്ടോ. നമുക്കിനി ചക്ക അരച്ചെടുക്കാം. പനിയത്തിൻ്റെ ഭർത്താവ് വന്നപ്പോൾ ചക്ക വരട്ടിയത് കൊടുന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് കുറച്ച് ചക്ക വരട്ടിയത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്, പക്ഷേ ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അത് ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ നേരെ പോലും ഒന്നും അറിയില്ല, ഞാൻ ആദ്യമായിട്ടൊന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അങ്ങനെ അരിയൊക്കെ അരച്ച് ഇതാക്കിയപ്പോൾ മാറ്റി വെച്ചിട്ട് പിന്നെ ചക്ക നല്ലതുപോലെ മിക്സിയിൽ അരച്ചിട്ട് ഒന്ന് മാവിൽ കൂട്ടിയിട്ട് നല്ലതുപോലെ യോജിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു ബാലൻസിന് വേണ്ടി മധുരം ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ. അപ്പോൾ അത് ഏലക്കായ ഇട്ടിട്ടാണ് ഞാനത് അരച്ചെടുത്തത്. അപ്പോൾ ആ ഏലക്കായൻ്റെ രുചി കൊണ്ട് തോന്നുന്നുണ്ട് നല്ലൊരു ഐസ്ക്രീമിൻ്റെ രുചി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കുറച്ച് തോന്നിയിരുന്നപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാനത് അനിയത്തേക്ക് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ആവശ്യം. അപ്പോൾ ഞാൻ മാവിക്ക് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ജാറ് തുടച്ച് എടുക്കാൻ തുടച്ച് അരിക്കാൻ ഇടാൻ വേണ്ടിയിട്ട് മാവിക്ക്. അപ്പോൾ വെറുതെ നാമ്പച്ചൊക്കെ നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും വേണം. അപ്പോൾ എല്ലാവരും സ്പൂണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കോരി തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ തുള്ളി ഉപ്പിട്ടു. പിന്നെ ഞാൻ എന്താ പറയുക അപ്പസോൾ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. കുറച്ച് കട്ടി കൊടുത്തില്ല കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ മക്കളൊക്കെ കളിക്കാൻ പോയിരുന്നു. അപ്പോൾ അവരൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി തുടങ്ങാൻ, കാരണം ചൂടോടൊക്കെ തിന്നാലോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. ഇത് വീട്ടിലുള്ളതല്ലേ. അപ്പോൾ അവൾ ഇപ്പോൾ എന്താ പറയുക വിശേഷം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഓരോന്നൊക്കെ തിന്നാൻ ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ചക്ക കണ്ടപ്പോഴേക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ എന്താ ചക്ക കിട്ടി. ചക്ക കൊണ്ട് ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കട്ടെ. എങ്ങനെ ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല, നേരെ ആവുമോ ഇല്ലയെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ അങ്ങനെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാവ് റെഡി ആയപ്പോൾ ഞാനിനി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ തേങ്ങാക്കൊത്ത് അങ്ങനത്തെ ഒന്നും ഇടണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്യാസും വെച്ചപ്പോൾ ഗ്യാസുമ്മ ഇരിക്കണില്ല ചട്ടി. അപ്പോൾ അങ്ങനെ ഞാൻ അടുപ്പത്ത് കൊടുന്ന് വെച്ച എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ചൂടായി വരട്ടെ ചെയ്തിട്ട്, ചൂടായി വന്നിട്ട് ഞാൻ എന്താ പറയുക മാവ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുത്ത് എന്താ പറയുക മാവ് എന്താ പറയുക നല്ല ഇതൊക്കെ ആയിരുന്നു, പൊന്തി കാരണം ചട്ടിയിൽ നിന്ന് കിട്ടണില്ല. അപ്പോൾ അത് അമ്മ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഉപ്പൊക്കെ തിരുമ്പിയിട്ട് തുണി കൊണ്ട് നല്ലപോലെ തുടച്ചെടുത്തിട്ട് എണ്ണ ഒഴിച്ചിട്ട് തന്നിട്ട് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ കിട്ടൽ തുടങ്ങി കേട്ടോ. അപ്പോൾ ഫസ്റ്റിലേക്ക് നേരായില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഇനി ഫുള്ള് അങ്ങനെ തന്നെ ആവും. ഇനി വേറെ എന്താ അതുകൊണ്ട് ചെയ്യാന്നുള്ള സങ്കടത്തിന് ഇരിക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു എന്താ പറയുക നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ഉണ്ണിയപ്പോൾ റെഡിയായി കിട്ടിയിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കിട്ടിയപ്പോൾ, കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഫസ്റ്റ് നേരായി, പിന്നെ ഫുള്ളും നേരായിട്ടോ. അപ്പം കുറച്ച് മാവെടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു. അങ്ങനെ ഉണ്ണിയപ്പം റെഡിയായിട്ട് ഫസ്റ്റത്തൊക്കെ കിടന്നു പോയി, രണ്ടാമത്തെ നേരായിട്ടോ. അപ്പോൾ
കഴിയാനായിട്ടോ ലാസ്റ്റ് കുറച്ചും കൂടി ഉണ്ടാക്കണം. കൂടി കഴിഞ്ഞിട്ടോ ഗ്യാസ് വയ്ക്കുമ്പോൾ ചട്ടി നേരെ നിൽക്കില്ല. അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് എല്ലാം നന്നായിട്ട് നല്ല രസമുണ്ട്. എല്ലാതും മധുരം എല്ലാതും പാകത്തിനാട്ടോ. അപ്പോൾ എന്താ പറയുക, ചക്കപ്പല്ല ചക്കപ്പം എന്ന് പറയുന്നത് എന്താ പറയുക, ഉണ്ണിയപ്പം, ചക്ക കൊണ്ടുള്ള ഉണ്ണിയപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ. പക്ഷേ ഇത് ചക്കപ്പത്തിൻ്റെ രുചിയായിട്ടാണ് വരുന്നത്. അപ്പോൾ മക്കളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ സമയമാകുമ്പോഴാട്ടോ ചായ കുടിക്കുക. എന്നാലും എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടുള്ളൂ. അല്ലെങ്കിൽ മക്കൾ കളിക്കാൻ പോകും, ഞങ്ങൾ പിന്നെ ഒറ്റയ്ക്ക് ഒന്ന് ചായ കുടിക്കേണ്ട. അപ്പോൾ ഞങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞ് മേലൊക്കെ കഴുകി വിളക്കൊക്കെ വെച്ച് സന്ധ്യ നമുക്ക് ചെല്ലിക്കഴിഞ്ഞ് വൈകുന്നേരം ഒരു 6:30 7 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ചായ കുടിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചക്ക കൊണ്ടുള്ള ഉണ്ണിയപ്പം നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.